ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ദുരൂഹമായ ഒരു ചർച്ചയും ലോകമൊന്നടങ്കം ഇപ്പോൾ നടക്കുന്നുണ്ടാവണം. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഭീകര പ്രവർത്തനത്തിന്റെ സാന്നിധ്യമുണ്ടോ, അങ്ങനെയും മറ്റും സംശയിക്കേണ്ടതുണ്ടോ തുടങ്ങി പലതും. തീർച്ചയായും അങ്ങനത്തെ സംശയങ്ങളൊക്കെ കാണും. പക്ഷെ ഞാനതങ്ങനെ കാണുന്നില്ല. ഒരു നാച്ചുറൽ ആക്സിഡന്റ് എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചാലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കഥകൾ ശ്രമിക്കുന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇസ്രായേലിന് താല്പര്യമുള്ള ഒരു കാര്യമല്ല ഇറാനിയൻ പ്രസിഡന്റിനെ കൊല്ലുക എന്നുള്ളത്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പരിഹരിക്കുക. അതുകൊണ്ട് ഞാനതിന് യാതൊരു ക്രെഡിബിലിറ്റിയും കൊടുക്കുന്നില്ല. പക്ഷേ ചരിത്ര സംഭവം തന്നെയാണ് ഇത്. കാരണം ഈ സമയത്ത് ഇറാൻ ഒരു ക്രിട്ടിക്കൽ രാജ്യമാണ്. പല കാര്യങ്ങൾ ചൈനയായിട്ടാണെങ്കിലും റഷ്യയായിട്ടാണെങ്കിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും ആയാലും ഇസ്രയേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെ വളരെ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു പ്രസിഡന്റ് പെട്ടെന്ന് ഇല്ലാതാകുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ ഇറാന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം പോലെയാണ്. അവിടെ ഒരു തിയോക്രാറ്റിക് ഹൈറാർക്കി ഉണ്ട് ആയത്തുള്ളമാർ. അപ്പോൾ ആരായിരിക്കും അടുത്തതെന്ന് അറിയാനും അവർ വളരെ അടുത്ത് ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമെന്നുള്ളത് കൊണ്ട് പോളിസിയിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആര് ഭരിച്ചാലും ഏത് ഗവൺമെന്റ് ആയാലും ഇന്ത്യയോട് സൗഹൃദം പുലർത്തും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അടുത്ത കാലത്ത് ഇറാനും ചൈനയുമായും ഇറാനും പാകിസ്ഥാനും ഒക്കെ ആയിട്ടുള്ള ചില ഇടപാടുകൾ നമ്മെ അത്ര സന്തോഷിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അടുത്ത തന്നെ നമ്മൾ ആ പോർട്ടിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി വന്നല്ലോ, ചബഹാർ പോർട്ടിന്റെ കാര്യത്തിൽ. മുമ്പൊരു സംശയമുണ്ടായിരുന്നു. അത് എടുത്ത് ചൈന അതിൽ ചില ഭാഗങ്ങളൊക്കെ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുന്നതാണെന്നൊരു സംശയമുണ്ടായിരുന്നു. അത് വ്യക്തമായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ പാലസ്തീനാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് തോന്നുന്നു. കാരണം അവർക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കാനോ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും തയ്യാറുള്ള ഏക രാജ്യം ഇറാനാണ്. അപ്പൊ ഇറാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് കൊണ്ടാണ് അറബ് രാജ്യങ്ങൾ കുറെ താല്പര്യം എടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ സമയത്ത് ഇറാന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് ഇനി ഒരു മാറ്റം, ഭരണമാറ്റമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസിഡന്റ് പുതിയതായി വരുമ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഒട്ടും സാധ്യതയില്ല. ഞാൻ പറഞ്ഞതല്ലേ, അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അവരുടെ ഒരു സ്റ്റേബിൾ സിസ്റ്റമാണ്. അത് അനോയിന്റ് ചെയ്ത പോലെയാണല്ലോ പ്രസിഡന്റുമാർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വ്യത്യാസം വരില്ല ബന്ധവുമായിട്ട്. മറ്റൊരാഴ്ത്തുള്ള അധികാരത്തിൽ വരും. അദ്ദേഹത്തിന്റെ നയങ്ങളൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും. ചിലരെ എന്താണ് കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് ചെയ്യുന്നവരുണ്ട്, ചിലത് കുറച്ചും കൂടി ലിബറൽ ആയിട്ടും. അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഒരു പ്രസിഡന്റും മറ്റൊരു പ്രസിഡന്റുമായിട്ട് ഇല്ല ഇറാൻ. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചൈനയുമായിട്ടുള്ള അവരുടെ ഈ കാലത്തുള്ള സഹകരണത്തിൽ കുറച്ച് മാറ്റം വന്നാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ ശ്രീനിവാസൻ.